ശ്രീ ജയ്ക്ക് ഇപ്പം ഇന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും പങ്കുവെച്ച, അതായത് നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ പങ്കുവെച്ച ചില സ്റ്റേറ്റ്മെന്റുകളുടെ ഒരു പുനരവതരണമാണ് ശ്രീ പി ആർ ശിവശങ്കറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വടകര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പി ജയരാജൻ, പിന്നീട് ശൈലജ ടീച്ചർ, അതുപോലെ ജയിക്കില്ല എന്നുറപ്പുള്ള മണ്ഡലത്തിലേക്ക് പാർട്ടിയുടെ പ്രിയപ്പെട്ടവരെ പറഞ്ഞയക്കുന്ന ഒരു ശീലത്തിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് മതിയായ സ്വരാജിനെ ഇതൊരു പണിയാണോ എന്ന അർത്ഥത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പങ്കുവെച്ച ചില പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതായത് ഇപ്പൊ BJP പ്രതിനിധികളുടെ വാദമുഖങ്ങൾ അതുകൂടെ ചേർത്ത് വെച്ചിട്ടാണ് അങ്ങനോട് ഈ ചോദ്യം ചോദിച്ചത്. സത്യസന്ധമായി പറയട്ടെ, BJP പ്രതിനിധികളുടെ വാദമുഖങ്ങൾ മര്യാദയുള്ള ഒരു മനുഷ്യന്മാർ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ മറുപടിക്ക് അർഹതയുള്ളതേയല്ല. അദ്ദേഹം ഏതുതരം രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ പുത്തംകൂറ്റുകാരനായ മുതലാളി സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം അവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗം കൂടുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കസേരയെടുത്ത് തലക്കടിക്കുന്നു, നൂറുകണക്കിന് ആളുകൾ കസേരയെടുത്ത് പരസ്പരം തലക്കടിക്കാൻ തയ്യാറായി നിൽക്കുന്ന മധ്യമേഖലയിലെയും തെക്കൻ തിരുവിതാംകൂറിലെയും യോഗത്തിന്റെ ചില ദൃശ്യങ്ങൾ. അപ്പോൾ BJPയുടെ പ്രതിനിധിയെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുകയല്ല. BJPയുടെ പ്രതിനിധിയെ സംബന്ധിച്ച് ഒരു സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുക എന്ന് വെച്ചാൽ, ഒരു കമ്മിറ്റി യോഗം പുത്തംകൂറ്റുകാരനായ മുതലാളി പ്രത്യേകിച്ച് പ്രസിഡന്റായതിനു ശേഷം വിളിച്ചു കൂട്ടാന്ന് വെച്ചാൽ, മിനിമം 2 കസേരയുമായി ഒരാൾ വന്ന് കൂടെ ഇരിക്കുന്ന സഹപ്രവർത്തകന്റെ തലക്കടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന BJPയിൽ നിന്നും BJPയുടെ പ്രതിനിധിയിൽ നിന്നും ഇതിൽ കൂടുതൽ മര്യാദ ഞാൻ പ്രതീക്ഷിച്ചാൽ അത് എന്റെ തെറ്റാണ്. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ വ്യക്തിപരമായി കുറ്റം പറയുകയില്ല. പക്ഷെ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ആ തളപ്പ് വെച്ചിട്ട് കയറേണ്ട മരമല്ല കേരളത്തിലെ ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. അങ്ങ് മനസ്സിലാക്കണം. പിന്നെ പറയുന്നു തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലം, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലം. ഈ മണ്ഡലത്തിൽ കൊണ്ടു നിർത്തി ചില ആളുകളെ വളർത്താനും ഇല്ലാതാക്കാനുമുള്ള ശ്രമം. അങ്ങ് മര്യാദയ്ക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യം, അങ്ങയുടെ പാർട്ടിയുടെ അളവുകോൽ വെച്ചിട്ടല്ല കേരളത്തിൽ CPIM-നെ അളക്കേണ്ടത്. 40-50 വർഷക്കാലം സംസ്ഥാന നേതൃപദവി അലങ്കരിച്ചിട്ടും ഒരു തവണ പോലും പാർലമെന്റിലോ നിയമസഭയിലോ മത്സരിക്കാതെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ട വന്ന, രക്തസാക്ഷിത്വം വരിക്കേണ്ട വന്ന എത്രയെത്ര മഹാരഥന്മാരാണ് ഞങ്ങൾക്ക് ഇപ്പോഴും വെളിച്ചമേകുന്നത്. അവരുടെ പ്രവർത്തന ബന്ധാവിലൂടെയല്ലേ ഞങ്ങൾ നടന്നു നീങ്ങുന്നത്. അങ്ങയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന പദത്തിൽ എങ്ങനെയെങ്കിലും പഞ്ചായത്ത് മെമ്പറാകുക, എങ്ങനെയെങ്കിലും പാർലമെന്റ് മെമ്പറാകുക, ഏത് വിധേനയും ജനപ്രാതിനിധ്യത്തിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ എത്തിച്ചേരുക, അവിടെ ആയുഷ്കാലം അത്രയും കടിച്ചു തൂങ്ങാൻ വേണ്ടി ശ്രമിക്കുക, അതിനുവേണ്ടി എത്ര കോടിയും ഓഫർ ചെയ്യുക, ഇതൊക്കെ കേരളത്തിന്റെ അനുഭവത്തിൽ, ഇന്ത്യയുടെ അനുഭവത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് ആ അളവുകോൽ വെച്ചിട്ട് അങ്ങ് ദയവ് ചെയ്ത് കേരളത്തിലെ ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ അളക്കാൻ വേണ്ടി വരല്ലേ. ഞാൻ അതായത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, അല്പ വർഷങ്ങൾക്ക് പുറകിൽ ഒറ്റ അനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരേ ഒരു അനുഭവം ഇത്രയേ ഉള്ളൂ. അല്പമാസങ്ങൾക്ക് പുറകിലായിരുന്നു മഹാരാഷ്ട്രയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ഒരു അന്തരീക്ഷം BJPക്ക് ഉണ്ടായി. എല്ലാ MLA-മാരെയും കോൺഗ്രസും BJPയും ഒക്കെ ഗ്രാൻഡ് ഹയത്ത് ഉൾപ്പെടെയുള്ള 5 നക്ഷത്ര സൗകര്യമുള്ള റിസോർട്ടിലേക്ക് മാറ്റി. ഇവരുടെ നേതാവും നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയും 600 കോടി രൂപ വില മതിക്കാൻ സാധ്യതയുള്ള ഒരു അഴിമതി കേസ് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വന്നപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് എഴുതി തള്ളി. അതായത് ചുരുക്കത്രയേ ഉള്ളൂ, ഒരു MLA-ക്ക് BJP 600 കോടി രൂപ വിലയിട്ടിരുന്നു. ആ സമയത്ത് ഹിന്ദു പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. ആ വാർത്ത ഇത്രയുമാണ്: 600 കോടി രൂപ ഒരു MLA-ക്ക് വിലയിട്ട സന്ദർഭത്തിൽ മഹാരാഷ്ട്രയിൽ സ്വന്തം ജീവിത പങ്കാളിയായ അംഗനവാടി ജീവനക്കാരി അംഗനവാടിയിൽ കൊണ്ട് ഇറക്കി തന്റെ പ്രദേശത്തെ വില്ലേജ് ഓഫീസറിന് മുമ്പിൽ കർഷകരുടെ സമരം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരേ ഒരു MLA. ആ MLA-യുടെ പേര് വിനോദ് നിക്കോള എന്നാണ്. ഇത്രയുമായിരുന്നു ഹിന്ദുവിന്റെ ചുരുക്കപ്പേര്. 600 കോടി രൂപയ്ക്ക് ശരീരത്തിൽ ഒരു രോമത്തെ പോലും സ്പർശിക്കാനാകാത്ത ഒരു രാഷ്ട്രീയം ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇടതുപക്ഷം. ആ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിലമ്പൂരിൽ CPM എന്ന അടിവരയിടുകയാണ് JC തോമസ്.